ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഉള്ളി ഒന്ന് വാങ്ങിയിട്ട് വരുന്നതാണ്. കുറച്ച് കടലപ്പൊടി ഉണ്ടായിരുന്നു, അതും അങ്ങ് എടുത്ത് വെച്ച്. അപ്പോൾ ബാക്കി സാധനങ്ങൾ നോക്കുമ്പോൾ ഞാൻ വെച്ച് അമ്മേൻ്റെ പച്ചക്കറി കൃഷിയിലൊന്നും ഇറങ്ങാം. അപ്പോൾ കുറച്ച് പച്ചമുളക് വേണമായിരുന്നു, കുറച്ചൊന്നും 2-3 പച്ചമുളക് വേണമായിരുന്നു. അപ്പോൾ അമ്മ ചെറിയ കൃഷിയൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ പച്ചമുളക് പറിക്കാൻ പോയതാണ്. വലിച്ചാൽ തണ്ടടക്കം വന്ന് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ എൻ്റെ ക്ഷീണം തീർക്കും, അത് വേറെ കാര്യം. അപ്പം ഞാൻ കിട്ടുന്ന പച്ചമുളകൊക്കെ പറിച്ചു. 3 ഞാൻ പറിച്ചുള്ളൂ. ഏകദേശം ഒന്ന് ആയതൊക്കെ നോക്കി പറിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് നടന്നു. ഇതാ കണ്ടോ, നമ്മളെ തേനീച്ച, നമുക്ക് തേനീച്ച കൃഷി ഉണ്ട് കേട്ടോ. കൃഷി എന്ന് പറഞ്ഞാൽ ഒരു 3-4 വെട്ടിയുണ്ട്. അപ്പോൾ ആ കൃഷി അതെല്ലാം കാണിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചടുക്കളയിലേക്ക് നടക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അതും ഉണ്ടായിരുന്നു, അതും പൊട്ടിക്കലാണ്. അപ്പോൾ ഇതെല്ലാം പറയുന്നതിനിടയ്ക്ക് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഞാൻ കറിവേപ്പിലേൻ്റെ ഒരു തണ്ടും കൂടെ പറിച്ചു. അതെ, എനിക്ക് ഈ സാധനം ഇല്ലാണ്ട് നടക്കില്ല കേട്ടോ. അപ്പോൾ ചെങ്ങായിനെ ഞാൻ ആദ്യം തന്നെ എടുത്തു വെച്ച്. ഇതിനെ നമ്മളെ നാട്ടിൽ അടിച്ചിട്ടാന്ന് പറയുന്നത്. നിങ്ങൾ എന്താ പറയുക അറിയില്ല. ചോറ് വാർക്കുന്ന സാധനമാണിത് പണ്ടൊക്കെ. അപ്പോൾ സ്റ്റീലിൻ്റെ മൂടിയൊക്കെ വെച്ചിട്ട് ചോറ് വാർക്കും. പണ്ടൊക്കെ ഇത് വെച്ചിട്ടാണ് ചോറ് വാർക്കുക. പക്ഷെ ഞാനിത് ഉപയോഗിക്കുന്നത് ചോറ് വാർക്കാനല്ല കേട്ടോ. ഞാനിത് കട്ടിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അടിച്ചിട്ട് വെച്ചു. അതിൻ്റെ മുകളിൽ ഉള്ളി എടുത്തു ഒന്ന് സ്ലൈസ് ചെയ്ത് ചെറിയ ഇങ്ങനെയായിട്ട് മുറിച്ചു. എത്ര നേർങ്ങനെ മുറിക്കാൻ കഴിയുന്നു അത്രയും നേർങ്ങനെ മുറിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഞാൻ ആദ്യം ഓർമ്മിക്കാണ്ട് ബിരിയാണി ആക്കാൻ മുറിക്കുന്നത് പോലെ അങ്ങ് മുറിച്ച് വിട്ടു കേട്ടോ. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് ബിരിയാണി അല്ല ആക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഉള്ളി ഞാൻ മുറിച്ചിട്ട് ഞാൻ ഒന്ന് സ്ലൈസ് ചെയ്ത് അരിയാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് സവാള ഗിരി പറഞ്ഞുകൊണ്ടൊന്ന് അരിയാന്ന് വിചാരിച്ചു. അപ്പോൾ സവാള ഗിരി എന്നിട്ട് ഒന്ന് അരിയാൻ അങ്ങ് ശ്രമിച്ചു. പക്ഷേ കഴിയുന്നത് പോലെയല്ല ഞാൻ നേർങ്ങനെയാക്കിയിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. എന്നിട്ട് ഞാൻ ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. എല്ലാവർക്കും അറിയുന്നതിനെയാണ്. അപ്പോൾ കുറച്ച് കടലപ്പൊടി ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താ ഉണ്ടാക്കുന്നതെന്നല്ലേ. ഞാൻ പ്രത്യേകിച്ച് പറയണോ? വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. ഇതൊന്ന് അരിഞ്ഞ് തീരട്ടെ. അപ്പോൾ അത് അരിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ് കണ്ടോ. അതൊക്കെ അരിഞ്ഞ് ഒന്ന് ഞാൻ സെറ്റാക്കി വെച്ചിരുന്നു. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ നല്ല ഗംഭീരമായിട്ടുള്ള പാത്രമൊന്നും എടുക്കുന്നില്ല. സ്റ്റീലിൻ്റെ പാത്രം. എൻ്റെ വീട്ടിൽ കൂടുതൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ അധികം. നമ്മളധികം യൂസ് ചെയ്യുന്നതും അത് തന്നെയാണ്. അപ്പോൾ പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ഞാൻ തോല് കളഞ്ഞ് വെച്ചിരുന്നു. ഇഞ്ചി നമ്മൾ തോല് കളയുന്നതിന് ഇഞ്ചി ചുണങ്ങാന്ന് പറയട്ടെ. അപ്പോൾ ഇഞ്ചി ഒന്ന് ചുണങ്ങി തോല് കളഞ്ഞൊക്കെ വെച്ചു. അപ്പോൾ അതിന് ശേഷം ഞാനതൊന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ചെറിയ രീതിയിൽ നഖമുള്ളതുകൊണ്ടില്ലേ ചെറിയ രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഞാൻ മാക്സിമം അങ്ങനെ ചെയ്തു. പക്ഷേ ഇഞ്ചി ചതക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ ഈ സ്നാക്സിന് ഇങ്ങനെ ചതക്കുന്നതിനെക്കാട്ടി നല്ലത് ഇഞ്ചി ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ സ്ലൈസ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ചതച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു മാറ്റമായിരിക്കും. അത് നിങ്ങൾക്ക് പാചകം ചെയ്യുന്നവർക്ക് അറിയാം. ചതച്ചതും ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടുന്നതും രണ്ടും 2 ടേസ്റ്റിലാണ്. അപ്പോൾ നമ്മൾ അതും കൂടി ഒന്ന് ഇങ്ങനെ ചതച്ച് അങ്ങനെ എടുക്കലാണ്, കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഞാൻ മൊത്തം കട്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ബോറടിച്ച് പണ്ടാരടങ്ങും എന്നെ പ്രാഗണ്ട അവസ്ഥയിലെത്തണ്ടാവും ചോദിച്ചിട്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞു. അതും ഞാൻ ആ പാത്രത്തിലേക്ക് ഇട്ടു. പിന്നെ അടുത്ത് വേണ്ടത് പച്ചമുളകാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 3 പച്ചമുളക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ 2 ഉപയോഗിക്കുന്നുള്ളൂ. 3 തെച്ച് ഉപയോഗിക്കുന്നില്ല. കാരണം കുട്ടിയൊക്കെയുള്ള എരിവ് അങ്ങനെ അധികം എരിവ് കൂട്ടാത്തതാണ്. അപ്പം നമ്മളും അപ്പോൾ ആ ഒരു ശീലത്തിലാക്കി വന്നു. കുട്ടികളായതിനു ശേഷം നമ്മളും എരിവ് കൂട്ടുന്നത് കുറച്ച് കേട്ടോ. അപ്പോൾ ഒരു 2 തണ്ട് കറിവേപ്പിലയും എടുത്ത് 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുമെന്ന് വെച്ചിട്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്തു. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്ത് ആ നേരത്തെ ഇട്ട് വെച്ച പാത്രത്തിൽ ഇപ്പോൾ മുളക് ഇടുന്നില്ല, കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ. കാരണം എനിക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ എനിക്ക് വേഗം എൻ്റെ കൈക്ക് ഭയങ്കര സെൻസിറ്റീവാണ്. അധികം എരിവൊന്നും എനിക്കധികം താങ്ങാൻ പറ്റില്ല. എൻ്റെ കൈക്കട്ട ചൂട് എരിവ് പണിയെടുക്കായിട്ടാന്ന് പറയും ഓരോരുത്തർക്ക്. പക്ഷേങ്കിൽ പണിയെടുക്കായിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ എത്ര പണിയെടുത്താലും എൻ്റെ ഈ കൈ സോഫ്റ്റ്നെസ്സിന് പോകില്ല. കാരണം കൈ വേഗം വേർപ്പെല്ലാം വരുന്ന ഒരു കൈയാണ്. നൈസ് തോലാണ് കേട്ടോ കൈക്ക്. ബാക്കി ഭയങ്കര തൊലിക്കട്ടി എനിക്ക്. പക്ഷേ കൈക്ക് മാത്രം തൊലിക്ക് കട്ടിയില്ല കേട്ടോ. അപ്പോൾ
അതൊന്ന് എന്താ പറയണ്ടത്, നമുക്ക് ഈ ഉള്ളി ഒന്ന് ഞെരടി എടുക്കണം. അതായത് ഉള്ളി നമുക്ക് കുറച്ച് വെള്ളം വരണം. അപ്പോൾ ഉള്ളി മാക്സിമം ഇടിച്ച് ഒന്ന് ഞെരടി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാർ പച്ചമുളക് ഇട്ടിട്ട് ഞെരിടുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അധികം മുളകൊന്നും കുറേ സമയമൊന്നും കൈമേൽ ഇരിക്കാൻ പാടില്ല. എനിക്ക് ഭക്ഷണത്തിൽ തന്നെ ഒരുപാട് സമയം കൈ ഊത്തിക്കഴിഞ്ഞാൽ എനിക്ക് കയ്യിൽ എരിവ് വരും. അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളൊന്നും വിചാരിക്കരുത്. കൈക്ക് എനിക്ക് തോല് പൊളിയുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ കുറച്ചു. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ലോണം ഒന്ന് ഞെരിടുക. കയ്യിൽ നിന്ന് എത്ര സമയം നമുക്ക് ഞെരിടാൻ കഴിയുമോ അത്രയും സമയം ഞെരിടണം. എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു ഭാഗമാണിത്. പക്ഷേ എങ്കിലും നിവർത്തിയിടുകൊണ്ട് ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ ഞെരിടാണ്ട് ഒരിക്കൽ 2 വട്ടം കുഴച്ചിട്ട് ഞാൻ വെള്ളം പോരാറാണ് പതിവ്. പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഇങ്ങനെ ഞെരിടുന്നതാണ്. അപ്പോൾ നല്ലോണം ഞെരടി എടുക്കുക. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഞെരട്ടി അങ്ങോട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, ഈവനിങ് സ്നാക്സ് ആയ ഉള്ളിവടയാണ്. ഉള്ളിവട എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഉള്ളിവടയാണ് കേട്ടോ. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഞെരട്ടി എടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെ ഈ എന്താ പറയണ്ടേ, ഉള്ളീൻ്റെ നീര് തന്നെയാണ് നമ്മൾ കടലമാവ് ഇട്ടിട്ട് കുഴക്കേണ്ടത്. അല്ലാണ്ട് പച്ചവെള്ളം ഒഴിക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ അതിനകത്ത് ഇടുമ്പോൾ നല്ല രീതിയിൽ പൊട്ടിങ്ങനെ തെറിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഉള്ളിയല്ലേ കരിയുന്നതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കരഞ്ഞു. നമ്മളെ കരിയിക്കാനുള്ളൊരു പവറും കൂടി ഉള്ളിക്കുണ്ടെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കടലമാവിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറയുന്നില്ല. ഞാൻ എടുത്ത ഉള്ളിയെന്ന് വെച്ചാൽ 3 വലിയ ഉള്ളിയാണ് എടുത്തത്. 4 ഉള്ളി, 4 വലിയ ഉള്ളിയാണ് എടുത്തത്. അല്ലെങ്കിൽ 4 മീഡിയം സൈസ് ഉള്ളിയായാലും മതി. അപ്പോൾ കടലമാവ് ഞാൻ ഓൾറെഡി ഇവിടെ കൊണ്ടാച്ചതായിരുന്നു, അതുകൊണ്ട് ഞാൻ തൂക്കി നോക്കിയില്ല. അപ്പോൾ കടലമാവ് അതിനനുസരിച്ചിട്ട് ഇടുക വേണ്ട. ഏകദേശം ഒരു 2 കപ്പോളം ഇട്ടിനെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 1.5 കപ്പ്. അപ്പോൾ 1.5 കപ്പ് എടുത്ത് വെച്ചോ. പക്ഷേങ്കിൽ ഇനി കണക്കായി ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾ കൂടുതൽ കടലമാവ് ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ കടലമാവ് കുറച്ചിട്ട് ഉള്ളി കുറച്ച് അധികം വെച്ചാൽ കടലമാവ് ഇടുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. പക്ഷേ എനിക്ക് കടലമാവ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ കടലമാവ് ഇടുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്താൽ തന്നെ അതിൻ്റെ അകത്ത് ഉള്ളിൽ നിന്ന് ആദ്യം വെള്ളം വരും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ചായിട്ട് കടലമാവ് ചേർക്കാം. ഒന്നും കണ്ടെങ്കിൽ ലൂസായി വരുന്നതാണല്ലോ. അപ്പോൾ കടലമാവ് ഇങ്ങനെ നന്നായി ചേർക്കുന്നതിനനുസരിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ എന്താ പറയുക, ഉള്ളി നല്ലോണം ഇങ്ങനെ ഞെരിടുന്നതിനനുസരിച്ച് അതിനകത്ത് വെള്ളം വന്നുകൊടുക്കും. അപ്പോൾ ഇടക്കിടക്ക് കടലമാവ് കുറച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കടലമാവ് എത്ര വേണമെന്നുള്ള ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ മതി. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, കടലമാവ് അധികം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ചെയ്യുക. ശരിക്കും നമ്മളെ ഫ്ലേവറിൽ നമ്മളിഷ്ടത്തിന് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റ് പിടിക്കുക. എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലവരെ ഫ്ലേവർ ഇഷ്ടപ്പെടില്ല എന്നല്ല, ചിലവരെ കുക്കിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ എങ്കിൽ അതിൽ ചെറിയ നമുക്ക് നമ്മളെ മാറ്റങ്ങൾ വരുത്തുന്നതാണ് എപ്പോൾ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒന്ന് കുഴച്ചെടുത്ത്, അപ്പോൾ കുഴച്ചതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് കുറച്ചും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറം തന്നെ ഞാൻ മുറിച്ച് വെച്ച പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഫൈനൽ കുഴയാണ്, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇടുന്നത്. പിന്നെ ഇത് കുഴച്ച് കഴിഞ്ഞപ്പോൾ കൈ കഴുകാമല്ലോ, പ്രശ്നമില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ട് അതും ഒന്ന് കുഴച്ചെടുത്തിട്ട് നമ്മളൊന്ന് വെക്കും. അപ്പോഴേക്ക് നമുക്ക് അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ അടുപ്പിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ പൊരിച്ചെടുക്കുന്നത് അതിൽ എണ്ണ പോർന്നിട്ട് ചൂടാക്കും. അപ്പോൾ ഞാനൊരു പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റവ് ഓണാക്കി പാന് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണയോ എന്ത് ഓയിൽ മേടിക്കും നിങ്ങൾക്ക്, വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണ തന്നെ ചെയ്യാറ്. ഞാൻ അധികം വെളിച്ചെണ്ണ തന്നെ ചെയ്യാറ്. പാം ഓയിൽ ഞാൻ ഉണ്ടെങ്കിലേ പാം ഓയിൽ ചെയ്യാറുള്ളൂ. വെളിച്ചെണ്ണേനെക്കാട്ടും നല്ലത് നമുക്ക് വേറെ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ, കൊപ്പര ഉണക്കിയിട്ട് ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഞാനിങ്ങനെ പീടികയെന്നെല്ലാം കിട്ടുന്ന പോലെ റൗണ്ട് ഷേപ്പിലെല്ലാം നോക്കി, പക്ഷേ എനിക്ക് അങ്ങനെ ആവുന്നില്ല കേട്ടോ. ഞാൻ കുഞ്ഞി ഉള്ളിവടയാണ് ആക്കാറ്. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒന്ന് റൗണ്ടിൽ വെക്കാന്ന് വെച്ചു, പക്ഷെ എനിക്ക് അങ്ങനെ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെ ഇട്ടിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഉള്ള റൗണ്ടിലാക്കും ഇതിനെ കേട്ടോ. അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്ക് കുഞ്ഞി തിന്നാനും ഇഷ്ടം. പക്ഷേ ഇങ്ങനെ വലുതാക്കിയൊരു എന്താ പറയണ്ട ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോൾ കുഞ്ഞ് കുറേ കഴിക്കുന്നതിന് പകരം വലുത് 2 കഴിച്ചാൽ മതി, അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഫ്ലെയിം ഞാൻ കൂട്ടിയിട്ടാണ് വെച്ചത്. അപ്പോൾ ഞാനതൊന്ന് കുറക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അടിവേഗം കരിഞ്ഞു പോകും. ഞാനിത് ഇടുന്നതിൻ്റെ ഇതിൽ ഞാൻ ഫ്ലെയിം പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം
ഒന്ന് എണ്ണ ചൂടാകുന്ന വരെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതാക്കിയാൽ മതി. അധികം പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇത് വറുത്തെടുത്താൽ ഉള്ളു വേവില്ല, പുറം മാത്രം വെന്തിട്ട് ചിലപ്പോൾ ഉള്ളിയല്ല പിന്നെ ഉള്ളി കരിഞ്ഞൊരു ചൊയയും കൂടി ഉണ്ടാവും. അപ്പം ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിടുക. പിന്നെ അറിയാലോ അപ്പുറത്തെ ഭാഗം ആയിക്കഴിഞ്ഞാൽ ഇപ്പുറം ഒന്ന് ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്നവരെ, നല്ല ബ്രൗൺ അല്ല ആകുന്നവരെ ഒന്ന് ചെയ്താൽ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളിങ്ങനെ എണ്ണയിൽ കോരി വെക്കും. അപ്പോൾ ഞാൻ തെച്ചു ഇങ്ങനെ എണ്ണയിലിട്ടാക്കുന്നൊന്നും കാണിക്കണ്ടല്ലോ അല്ലേ, അതെല്ലാം ബോറായിരിക്കും. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചിലപ്പോഴൊക്കെ ചിക്കൻ മസാല ചേർക്കും, അല്ലെങ്കിൽ മീറ്റ് മസാല ചേർക്കും. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ആദ്യം ആക്കിയാലൊന്നും അങ്ങനെ ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ ലാസ്റ്റോട്ട് ഉണ്ടാക്കുന്നതിലൊക്കെ ഞാൻ മീറ്റ് മസാല ഇട്ടിട്ടാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഇത് നല്ല രീതിയിൽ ഒന്നും കൂടെ എണ്ണ കൈക്ക് തടയിട്ട് വട്ടം കിട്ടുമോ നോക്കാൻ വേണ്ടി ഞാൻ ചെയ്തു, പക്ഷേ എനിക്ക് ഫ്ലോപ്പായി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഉള്ളിവട നല്ല വട്ടത്തിൽ കിട്ടാനുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. എനിക്ക് ആ ഐഡിയ അറിയില്ല, അതുകൊണ്ട് ആ ഐഡിയ ഒന്ന് പറഞ്ഞു തരണേ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ അങ്ങ് ചുട്ടങ്ങെടുത്തു. ഇപ്പം ചില വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ കമൻ്റ് ഇടും, പിന്നെ നീ എന്തറിഞ്ഞിട്ടാണ് ഈ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിനി, ഇതൊന്നും അറിയാതെയാണോ ഈ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിനി എന്നെല്ലാം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിപ്പം ചെയ്തിട്ട് നന്നായത് മാത്രം ഇട്ടാൽ പോയല്ലോ, ചെയ്തിട്ട് എന്താ പറയുക നിങ്ങളുടെ മുമ്പിലെല്ലാം ഇതാക്കണ്ടേ, എല്ലാം നല്ലത് മാത്രം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചാൽ പോരല്ലോ. ഇപ്പോൾ എനിക്കിതാവുന്നില്ല എന്നുള്ള കാര്യം കൂടെ പറയണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞതല്ലേ. എനിക്ക് ഈ ഭാഗം കട്ട് ചെയ്ത് കളയാനേ ഉള്ളൂ, അത് ഞാൻ ഈ ചെയ്തത് ആരും കാണാനും പോകുന്നില്ല. അപ്പോൾ കൂട്ടൊക്കെ കറക്റ്റാണ്, പക്ഷേ ഈ വട്ടം ആകുന്നില്ല എന്നുള്ള, വട്ടത്തിൽ എനിക്ക് കറക്റ്റായിട്ട് ഇടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അത് എന്തിൻ്റെ ഡിഫോൾട്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ബാഡ് കമൻ്റ് ഇടുന്നവരും എന്താ പറയണ്ട, നമ്മൾ അധിക്ഷേപിക്കാൻ മാത്രം നിൽക്കുന്നവരും അവർ പിന്നെ ഇതിനായിട്ട് തുനിഞ്ഞിറങ്ങിയ ആൾക്കാരായാലും പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരവിടുന്ന് പറഞ്ഞിട്ട് പോയിക്കോട്ടെ. ഞാൻ അതിനെല്ലാം ചിലപ്പോൾ ലൈക്ക് അടിക്കും, ചിലതിന് എനിക്ക് പറയണം തോന്നിയ കമൻറ്റ് ഞാൻ റിപ്ലൈയും ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും നല്ലതൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പരിമിതികൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ ഷോർട്ട് വീഡിയോസിലെല്ലാം കുറച്ച് ആൾക്കാർ വന്ന് ബാഡ് കമൻറ്റിൽ ഇടാറുണ്ട്. അപ്പോൾ ചിലവർ അങ്ങനെ എനിക്കിതൊന്നും വേറെ പണിയില്ലേ, ഇതൊക്കെ ബോറാന്നല്ലോ. ബോറായിക്കോട്ടെ, ഞാൻ എൻ്റെ രീതിയിൽ എനിക്ക് കഴിയുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആ കഴിവ് വരെ ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് പറയാനുള്ള കഴിവുണ്ടാവും. അപ്പോൾ ഈ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡിഷ് ആയിക്കഴിഞ്ഞു. അപ്പം ഞാനൊന്ന് ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിന്. എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും വലിയ രീതിയിൽ അറിയില്ല, എനിക്ക് ഉണ്ടാക്കാനേ അറിയോ, അത് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബായ്.